rabbil alamin. Allahumma salli wa sallim wa barik ala Muhammad wa ala ali sayyidina wa maulana Muhammad. ഉസിക്കും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹിൽ മന്നാൻ. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടിയതിനെ മുഴുവൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമ്മളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ സകല പാപങ്ങളെയും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകി നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മുടെ ബന്ധുമിത്രാദികളുടെയും സകലമായ രോഗങ്ങളെയും ശിഫയാക്കി അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നായി നല്ല ഒരു മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ഏറ്റവും കൂടുതൽ ഖൽബുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ്, നിരീക്ഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽ അല്ലാഹു സവിശേഷമായ ഒരു സത്യവിശ്വാസിയുടെ അടയാളമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ് അമാനത്ത്. ഏത് കാര്യത്തിലും ട്രസ്റ്റ് ഉണ്ടാകണം ഒരു വ്യക്തിക്ക്, അവൻ്റെതായ എത്തിക്സ് ഉണ്ടാകണം. അപ്പൊ നമ്മൾ വിശ്വസ്തത എല്ലാ സ്ഥലത്തും പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിത ചക്രങ്ങളിൽപ്പെട്ട ഒരു നിലപാടാണ്. അതൊരു പാഷനായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കണം എന്നർത്ഥം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു ഖുർആനിൽ പറയാണ്, നാഥനായ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടപാടുകൾ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ അമാനത്തുകളെ അതിന്റെ അവകാശികൾക്ക് കൃത്യമായി വീട്ടിക്കൊടുക്കാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അപ്പൊ അമാനത്ത് എന്നുള്ളത് നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലുണ്ട്. ഇൽമു പഠിക്കുന്നിടത്തുണ്ട്, ജോലി ചെയ്യുന്നിടത്തുണ്ട്, കുടുംബം പുലർത്തുന്നിടത്തുണ്ട്, ഇബാദത്ത് ചെയ്യുന്നിടത്തുണ്ട്, ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോഴും മജ്ലിസ് പിരിയുമ്പോഴും ഉണ്ട്. അമാനത്ത് എന്നുള്ളത് സർവവ്യാപിയാണ്. നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ സസൂക്ഷ്മം കാണേണ്ട ഒരു പ്രതിഭാസമാണ് അമാനത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെയും അവന്റെ ദൂതനായ ദാസനായ പ്രവാചക തിരുമേനിയെയും ഖിയാന ചെയ്യരുത്, വഞ്ചിക്കരുത്. ആക്ച്വലി നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളുടെ അമാനത്തുകളെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്. ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. അല്ലാഹു തആല നിങ്ങളോട് ചെയ്ത കരാറിനെ നിങ്ങളിൽ ആരാണ് പൂർത്തീകരിക്കുന്നത്, അവർക്ക് കൃത്യമായ വ്യക്തമായ മഹത്തായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഥവാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പുണ്യ നബി ഞങ്ങളൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, യുഅ്താ ബിൽ അബ്ദി യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ ഒരു അടിമയെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്നതാണ്. എന്നിട്ട് ഫയുഖാൽ, എന്നിട്ട് അല്ലാഹു പറയുന്നതാണ്, നിന്റെ അമാനത്ത് നീ വീട്ടിയോ സഹോദര എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ അമാനത്ത് എന്നുള്ളത് ശഅ്നുഹു, അതിന്റെ കാര്യം ഭയങ്കരമാണ്, അത് ഗൗരവമുடைய ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. പതിവാക്കിയ ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖിയാന ഫഇന്നഹാ ബിഅ്സത്തിൽ ഖതാന. അല്ലാഹുവേ, വഞ്ചന ചെയ്യുന്ന സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അല്ലാഹ്. നബി എന്നിട്ട് പറയും ചെയ്തു, അനസ് റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവർക്ക് ഈമാനും ഇല്ലാതാണ്. വിശ്വസിക്കാൻ കൊള്ളണം, ഒരു വാക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാൻ കഴിയണം. അവിടെ നമുക്ക് ഏതെങ്കിലും ഇരുട്ടിന്റെ മറവിൽ അവരെ വഞ്ചിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കൊയ്യാം, പക്ഷേ അല്ലാഹു കാണുന്നു എന്ന ബോധമാണ് ഒരു മനുഷ്യന്റെ അമാനത്ത്. അതെല്ലാ സ്ഥലത്തും ഇന്നൽ അമാനത നസലത് ഫീ ജദ്രി ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സാധനമാണ് അമാനത്ത് എന്ന് പറയുന്നത്. അവനാണ് പുരുഷൻ, അവനാണ് ആൺകുട്ടി. റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അദ്ദൽ അമാന, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും അമാനത്തിനെ കൃത്യമായി വീട്ടിക്കഴിഞ്ഞാൽ, വഖഫ അൻ അറാദിൻ നാസ്, ജനങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ,
അവനാണ് ആൺകുട്ടി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് ബോധ്യപ്പെടുത്തി തരികയാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് മാത്രമല്ല, തന്റെ ജീവിത വ്യവഹാരങ്ങളിൽ അത് പല സ്ഥലങ്ങളിലും ജനങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഖലീഫ പദവിയിലൊക്കെ ഇരുന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു മലഞ്ചെരുവിലൂടെ ഖലീഫയായ സാഹചര്യത്തിൽ നടന്നു പോവാൻ, അവിടെ ഒരു ആട്ടിടയനായ ഒരു സാധാരണ മനുഷ്യണ്ട്. ഈ റാഴി ഇടയന്മാരായി നടക്കുന്ന ആടുജീവിതം നയിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വലിയ സോഷ്യൽ മീഡിയ ഒക്കെ ലൈവായി നിൽക്കുന്ന ഈ കാലത്തും ഈ അറബ് രാജ്യങ്ങളിൽ മണലാരണ്യങ്ങളുടെ ഒക്കെ റിമോട്ട് ഏരിയകളിലൊക്കെ ആടുജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആട്ടിടയന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ലോകത്തിന്റെ പുരോഗതികളെ അവർ വായിച്ചിട്ടുണ്ടാകില്ല. അവര് അങ്ങനെ അവർ ഉടുത്ത വസ്ത്രത്തിൽ അവരുടെ ലോകത്ത് ഇങ്ങനെ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരു ഇടയൻ ഈ വന്നു കയറിയത് ഖലീഫയാണ് എന്ന് ഒരിക്കലും തിരിച്ചറിയൂല. ആ ഒരു ഉറപ്പിന്റെ മുകളിൽ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 100 കണക്കിന് ആട്ടിൻപറ്റങ്ങള്, അത് ബോസിന്റേതാണ്, അത് മുതലാളിയുടേതാണ്. ഈ ഇടയന് അതിനെ മേക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് ഉള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് പോയി ചോദിച്ചു, ബിഅനി ഷാത്ത, സഹോദര, ഈ കൂട്ടത്തിൽ നിന്ന് ലക്ഷണമൊത്തൊരു ആട്ടിൻകുട്ടിയെ എനിക്കൊന്ന് വിൽക്കോ, ഒന്ന് വിൽക്കാൻ നീ സന്നദ്ധനാവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങളെ യജമാനൻ, ഞങ്ങളെ മുതലാളി അതറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുതലാളിയോട് നീ അതിന്റെ പൈസ നീ എടുത്തോ, നീ മുതലാളിയോട് അതിന്റെ ചെന്നായ തിന്നുപോയി എന്ന് പറഞ്ഞാൽ പോരെ. കാരണം 100 കണക്കിന് ആട്ടിൻപറ്റങ്ങളുള്ള ഇപ്പോഴത്തെ മരുഭൂമിയുടെ ഈ ഒരു സാഹചര്യത്തിൽ ചെന്നായകളിൽ നിന്ന് ആട്ടിൻകുട്ടികൾ രക്ഷപ്പെടാതിരിക്കലും സ്വാഭാവികതയാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ പോരെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ ചോദിച്ചു, ഫഅൈനല്ലാഹു, അപ്പൊ റബ്ബ് എവിടെ? ഈ വർത്താനം പറയുന്ന സഹോദര, നമ്മളൊക്കെ റബ്ബ് എവിടെ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നമ്മളെ ബോസ് ഇത് അറിയില്ലെങ്കിലും യഥാർത്ഥ ബോസ് ഇത് കാണൂലേ എന്ന് ചോദിച്ചു അത്രേ. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ്. കാരണം അല്ലാഹുവേ, നിന്റെ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടല്ലോ. ഈ മനുഷ്യന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു പോയി. അദ്ദേഹം ഒരു അടിമയാണ്. ആ അടിമയുടെ ഡ്യൂട്ടിയാണ് ഈ ആടിനെ മേക്കല്. അടിമയായിട്ട് നേരെ ബോസിന്റെ അടുക്കലേക്ക് പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് അദ്ദേഹത്തെ മോചിപ്പിച്ചു. അതിനാവശ്യമായ മോചന ദ്രവ്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തുൻ അഅതക മിനർ റിഖി, അടിമത്വത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചത് അള്ളാഹു എവിടെയാണ് എന്ന നിന്റെ ചോദ്യമാണ് സഹോദര. അപ്പൊ ഈ ഒരു മനുഷ്യനെ ആ ഒരു ട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഈ അമാനത്ത് തുളുമ്പി നിൽക്കുന്ന ഈ ഒരു വാക്ക് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വിശ്വാസ്യതക്കുള്ള ഒരു പ്രത്യുപകാരം അദ്ദേഹത്തിന് ഇതക്ക് ചൊല്ലപ്പെടുന്നതിലൂടെ കൊടുക്കാൻ. നമ്മൾ എവിടെ വിശ്വസ്തത കാണിച്ചോ അത് നമ്മൾ എവിടെയൊക്കെയോ അനുഭവിക്കും. നമ്മൾ എവിടെ വഞ്ചന കാണിച്ചോ അത് എവിടെയൊക്കെയോ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. അത് അമാനത്തിന് ദീന് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അന്യമതസ്ഥരോടാണെങ്കിൽ പോലും ഇസ്ലാം അതിനെ വളരെ ഗൗരവമായിട്ടാണ് കണ്ടത്. ചില മുസ്ലിങ്ങൾ, എല്ലാവരും എന്നല്ല, ഞാൻ കാടടച്ച് വെടിവെക്കല്ല, അത് വേറുള്ള മതക്കാരുടേതല്ലേ, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസധാരയൊന്നുമില്ല. ഒരു മനുഷ്യനെയും നമ്മൾ പറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അതിൽ മതാതിർത്തികളൊന്നുമില്ല, എല്ലാം പടച്ചോന്റെ പടപ്പുകളാണ്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ കാമിലാകുള്ളൂ, അല്ലെ? ഒരാളോട് വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനോട് ചെയ്താലും അമുസ്ലിമിനോട് ചെയ്താലും അതൊരു പൗരനോടാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളൊക്കെ പലപ്പോഴും തിരിച്ചറിയണം. അറബ് പൗരന്മാരെയൊക്കെ പറ്റിക്കുന്ന ഒരുപാട് തൊഴിലാളികളായ ആൾക്കാരുണ്ട്, അല്ലെ? അവർക്ക് ചിലപ്പം കണക്കും അക്കൗണ്ടന്റും ഒന്നും അറിയില്ല. നമ്മൾ ജാവയും ടാലിയും അതിന്റെ അപ്പുറമൊക്കെ പഠിച്ചിട്ടായിരിക്കും ചെല്ലുക. കണക്കുകളിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കൃത്രിമത്വങ്ങൾ കൊണ്ടുവന്നൂടെ? അതിലൂടെ നമുക്ക് ബിഹൈൻഡ് ദി കർട്ടൻ ആൻഡ് ബിഹൈൻഡ് ദി സീൻ ഒരുപാട് ഏണിങ്സ് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യമായേക്കാം. പക്ഷേ അതൊരു പറ്റിക്കലാണ്. ആ പ്രവൃത്തി നമ്മുടെ ധാർമ്മികതക്ക്, നമ്മുടെ വാല്യൂസിന്, നമ്മുടെ എത്തിക്സിന് നിരക്കാത്തതാണ് എന്നൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ അത് യഥാർത്ഥ ഈമാനായി മാറുന്നത്. മജ്ലിസിൽ പോലും അമാനത്തുണ്ട്, കച്ചവടങ്ങളിൽ അമാനത്തുണ്ട്, വ്യാപാരങ്ങളിൽ അമാനത്തുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പാണ് തിരൂരിലെ മാർക്കറ്റിന്റെ പരിസരത്ത് വെച്ചിട്ടും BP അങ്ങാടിയുടെ പരിസരത്ത് വെച്ചിട്ടും ആരോഗ്യ വകുപ്പ് നമ്മളെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന മിഠായി ഉണ്ടല്ലോ, ചോക്ക് മിഠായി,
ഈ ചോക്ക് മുട്ടായി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് വർണ്ണമാണ്, കളേഴ്സാണ്. ഈ കളേഴ്സും കുട്ടികളും തമ്മിൽ ആ ഒരു കെമിസ്ട്രി വളരെ മാച്ചാണ് എന്നാണ്. കാരണം ആ ഒരു സെൻസർ ചൈൽഡ്ഹുഡിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ വർക്ക് ചെയ്തൊരു സാധനമാണെന്നാണ്. അത് നമ്മൾ കളർ കാണും. അതുകൊണ്ടാണ് നമ്മുടെ അൽബിർ, അസ്മി പോലെയുള്ള ഈ കുട്ടികളുടെ കിഡ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏത് കിൻഡർ ഗാർഡൻ സ്കൂളിന്റെ സെക്ഷൻ, അത് LKG ആകട്ടെ UKG ആകട്ടെ, ആ ക്ലാസ് റൂമുകളുടെ പെയിന്റ് വർക്കുകൾക്ക് പോലും അതിന്റെ സുപ്രീം അതോറിറ്റി അവർ തീം തരുന്നുണ്ട് എന്നാണ്. കുട്ടികളുടെ കാർട്ടൂണുകൾ നോക്കുക നിങ്ങൾ, കുട്ടികളുടെ ടൂൾസ്, അവർ ഉപയോഗിക്കുന്ന ടോയ് നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു പിങ്ക്, റോസ്, അങ്ങനെ കുട്ടിയുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു വർണ്ണമായിരിക്കും അതിലുണ്ടാകുക. തിരൂരിൽ നിന്ന് മിനിയാന്ന് പിടികൂടപ്പെട്ട ഈ ചോക്ക് മിഠായി പോലെയുള്ള പരശതം മിഠായി പാക്കറ്റുകളിൽ മുഴുവൻ മാരകമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രങ്ങൾക്ക് കളർ നൽകാൻ വേണ്ടി അടിക്കുന്ന റോട്ട്മിൻ ബി എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് അകത്ത് ചെല്ലാൻ ഒരിക്കലും പറ്റൂല, എക്സ്റ്റേണൽ യൂസ് ആണ്. ഒരു വസ്ത്രത്തിന് കളർ കൊടുക്കുന്ന ഈ റോട്ട്മിൻ ബി എന്ന് പറയുന്ന രാസ പദാർത്ഥമാണത്രേ ചോക്ക് മുട്ടായിക്ക് കളർ കൊടുക്കാൻ ഉപയോഗിച്ചത്. അതിന്റെ പൗഡർ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മുടെ ഇൻഡിഗോ പൗഡർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മാതിരിയാണ്. ഒരു ചാണപ്പച്ച കലർന്ന ഒരു കളറാണ്. പക്ഷെ ഇത് ഒരു ലിക്വിഡിൽ, ഒരു വാട്ടറിലേക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പിങ്ക് കളറായി മാറാണ്. അപ്പൊ ഈ മിഠായിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഹഠാത് ആകർഷിക്കുന്ന കളറ് പിങ്ക് കളറാണ്. ഈ ചോക്ക് മുട്ടായി വരിയും നിരയുമായി നിൽക്കുന്ന ചോക്ക് മുട്ടായിയിൽ മുഴുവൻ ഈ റോട്ട്മിൻ ബി ആണ്. അവസാനം പിടിച്ചു, അവർ ലാബിലേക്ക് അയച്ചു നോക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് കൊടുക്കുന്ന കളറാണ്. നമ്മുടെ കുഞ്ഞു മക്കള് മിഠായി, വലിയവരൊന്നും മിഠായി തിന്നൂലല്ലോ, പ്രത്യേകിച്ച് വലിയ ആൾക്കാർ ഈ കളേഴ്സ് ഉള്ള മിഠായിനോടൊന്നും വലിയ താല്പര്യമുള്ള ആൾക്കാരാവില്ല. പിന്നെയും വലിയ ആളുകൾ കഴിക്കല് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ്സ് ഒക്കെ ആയിരിക്കും. ഈ ചോക്ലേറ്റ്സിനൊന്നും അത്ര വലിയൊരു കുഴപ്പമില്ല, ബ്ലാക്ക് ചോക്ലേറ്റ്സ് ആവട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, അതിലൊക്കെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ കൊച്ചു കുട്ടികൾ കണ്ണ് ആകർഷിക്കുന്നതാണ് വാങ്ങിപ്പിക്കുക. എന്നിട്ട് ആ കുഞ്ഞു മക്കളുടെ കിഡ്നി വീക്ക് ആവുക, അവർ ചെറുപ്പത്തിലെ രോഗികളായി മാറുക. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? വിപണി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇതിന്റെ അതോറിറ്റീസ് ആണ്. അപ്പൊ അവിടെ ഒരു അമാനത്തുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചതാണ്, അമാനത്തുണ്ട്. അതിനൊരു ഹദീസ് തന്നെ ഉണ്ട്. മദീനത്തെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ കൂടെ വെറുതെ ഇങ്ങനെ നടക്കുക. അപ്പം കൂട്ടത്തിലുള്ള സ്വഹാബികൾ തന്നെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളാണ്. അന്നഹു മർറ ബിസുബറത്തി തുആം, അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിന്റെ മുന്നിലൂടെ നബി തങ്ങൾ നടന്നു. അങ്ങനെ ഒരു ചാക്കില് കുറെ ബാർലി, അന്നത്തെ ഒരു പ്രധാന ധാന്യമാണ് മദീനത്ത് ഉപയോഗിക്കുന്ന. അപ്പോ ആ ബാർലി നിറച്ച ചാക്കിലേക്ക് പരിശോധനയ്ക്ക് വന്ന പരിശുദ്ധ പ്രവാചക തിരുമേനി ആ കയ്യ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പൊ പുറത്ത് മുഴുവൻ ഉണങ്ങിയ ധാന്യമാണ്. പക്ഷേ കൈ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോ അത് ചാക്കിന്റെ ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോ പ്രവാചക തിരുമേനിയുടെ കൈയിന്റെ വിരലുകളൊക്കെ നനഞ്ഞു. അപ്പൊ അതങ്ങനെയാണ് പുറത്തേക്ക് എടുത്തിട്ട് ചോദിച്ചു, മഹാദായ സ്വാഹിബത്ത് ആം, ഓ ഷോപ്പ് കീപ്പർ, ഇതെന്താണ്? പുറത്തൊക്കെ നല്ല ഉണങ്ങിയ ധാന്യമാണല്ലോ, ഞാൻ നിന്റെ ഈ ധാന്യത്തിന്റെ ചാക്കിന്റെ ഉള്ളിക്ക് കൈയിട്ടപ്പോഴാണല്ലോ എൻ്റെ കൈ നനഞ്ഞത്. അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു അസ്വസ്ഥനായിട്ട്, അസ്വാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, നബിയെ അത് ഇന്നലെ വൈകുന്നേരം മഴ പെയ്തപ്പം നനഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ നിനക്കതറിയാം, നീ അറിഞ്ഞ് ചെയ്ത പണിയാണ് എന്നർത്ഥം. മഴ പെയ്തപ്പം നനഞ്ഞതാണെങ്കിൽ ഈ നനഞ്ഞ ധാന്യത്തെ ഉള്ളിൽ പൂഴ്ത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് നീ ഉണങ്ങിയ ധാന്യത്തെ പോളിഷ് ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ചതി ചെയ്താൽ മൻ ഗശ്ശ ലൈസ മിന്ന, ഈ പൂഴ്ത്തി വെച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ ആരെങ്കിലും ചതിച്ചാൽ അവർ നമ്മളിൽ പെട്ടവരല്ല. ബസ്സിലൊക്കെ ചില വിൽപ്പന നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവരൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് കച്ചവടം ചെയ്യേണ്ടത്. ചെറിയ കച്ചവടങ്ങളാണ്. അത്തരം കച്ചവടങ്ങളൊക്കെ വിജയിപ്പിക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് വേണം കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ. പക്ഷെ അവിടെ ഒരു ധാർമ്മികത ഉണ്ട് എന്ന് ആ കോണ്ടസ്റ്റിൽ നമ്മൾ അവരെ പഠിപ്പിക്കണം. നല്ല ചന്ദന തൈലമാണ്, പുൽത്തൈലമാണ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ഡബ്ബകളുടെ മുകളിൽ, ആ ഡബ്ബയുടെ ഉള്ളില്
ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. പക്ഷെ ഡബ്ബ ആരും ബസ്സിൽ വെച്ച് തുറക്കൂലല്ലോ. അപ്പൊ ആ ഡബ്ബയുടെ മുകളിൽ യഥാർത്ഥ പുൽത്തൈലത്തിന്റെ എസൻസ് പുരട്ടുക. അപ്പൊ ടോപ്പ് തുറന്നാൽ ഡബ്ബയുടെ അവിടെ ഭയങ്കര സ്മെല്ലായിരിക്കും. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡബ്ബ തുറന്നു കഴിഞ്ഞാല് ഇതിന്റെ പരിസരത്ത് 4 അയലത്ത് പോലും ഇത് എത്തിയിട്ടുണ്ടാകൂല എന്നർത്ഥം. അത് കച്ചവടം ചെയ്യുന്ന ഈ ചെറിയ തൊഴിലാളിക്ക് അറിയാം ഇങ്ങനെ എന്റെ ഈ പ്രോഡക്റ്റ് വിൽപ്പന നടത്തപ്പെടുള്ളൂ. എന്നാൽ അത് തനിച്ച ഹറാമാണ്, അത് അമാനത്തിന് വിരുദ്ധമാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. പണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ തെളിവിൽ നമുക്ക് പറയാം, അമാനത്തില്ലാത്തവൻ ഈമാനില്ല. അപ്പൊ അവർ പറയാൻ കഴിയണം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് ഏത് കാര്യത്തിലും മജ്ലിസിൽ പോലും അമാനത്തുണ്ട് എന്നാ ദീന് പറയുന്നത്. അൽ മജാലിസു ബിൽ അമാന. നബി പറഞ്ഞു, ഒരു മജ്ലിസിന്റെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ടത് ആ മജ്ലിസിൽ അമാനത്തുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. ഉദാഹരണമായിട്ട് ഒരു മജ്ലിസിൽ നമ്മൾ ആരെയും ലക്ഷ്യം വെച്ച് പറയില്ല, കോമൺ ആയിട്ട് പറയാൻ. പക്ഷേ ഒരു മജ്ലിസിൽ ഇപ്പൊ നമ്മളൊക്കെ ഒരു ഇട്ടാവട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരാൾ നമ്മളെ കൂടെ ഒരു മജ്ലിസിൽ വെച്ച് വർത്താനൊക്കെ പറയാനുണ്ടായിരുന്നു. അവനെ ആ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവന്റെ കാര്യം പോലും നമ്മളെ കയ്യിൽ കിടക്കണ അമാനത്താണെന്നാണ്. അപ്പോ അവൻ പോയല്ലോ, ഇനി ഓനെ പറ്റി കുറച്ച് പറയാന്നുള്ള നിലക്ക് ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവ് പൊങ്ങുകയാണെങ്കിൽ അപ്പൊ ഈ കാര്യം നമുക്ക് ഓർമ്മ വരണം. പഠിച്ചോനെ, ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോയ അവൻ എന്റെ അമാനത്താണല്ലോ, അപ്പൊ ഞാൻ ഓനെ പറ്റി പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു സുഹൃത്തിന്റെ അഭാവമാണ് ഏറ്റവും വലിയ അമാനത്ത്. പറയാനുള്ള ഓന്റെ സാന്നിധ്യത്തിൽ പറയണേനും കുഴപ്പമില്ല, പക്ഷെ അവന്റെ അഭാവത്തിൽ പറയുമ്പോൾ അള്ളാഹു അത് നമ്മളെ വേറെ രീതിയിൽ നിരീക്ഷിക്കും. അത് അമാനത്താണ് എന്നാണ് ദീന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അന്യമതസ്ഥരെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരാൾ മറ്റുള്ളവനെ വഞ്ചിച്ചാൽ ഞാൻ ഈ വഞ്ചിച്ചവന്റെ പ്രതിപക്ഷത്തായിരിക്കുന്നതാണ് മഹ്ശറയിൽ. അവനും ഞാനും തമ്മിൽ ഒരു ലോകി ഉണ്ടാവില്ല, മാക്സിമം ഞാൻ അവന്റെ പ്രതിപക്ഷത്തായിരിക്കും. ഒരാള് മറ്റൊരാളുടെ പ്രതിപക്ഷത്തായാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അവൻ ചെയ്യുന്നതിനെ മുഴുവൻ എതിർക്കാനുള്ള ന്യായങ്ങളല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ അമാനത്ത് നഷ്ടപ്പെട്ടവന്റെ പ്രതിപക്ഷക്കാരനാണ് ഞാൻ. അന്ത്യനാളിൽ ഞാൻ അവന്റെ സ്വപക്ഷത്തുണ്ടാകൂല, ഞാൻ അവന്റെ കൂടെ അവനെ ന്യായീകരിക്കാനുണ്ടാകൂല, ഞാൻ അവനെ എതിർക്കാൻ മുന്നിലുണ്ടാകും എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ, വ്യക്തിത്വത്തെ പാകപ്പെടുത്താൻ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളൊക്കെ ഒരു ഇന്ധനമായി മാറേണ്ടതുണ്ട്. വിശിഷ്യ ഇൻഷാ അല്ലാഹ് ഇത് ജുമാദൽ ആഖിറയുടെ അവസാന ദിവസമാണ്. ചിലപ്പോൾ നാളെ റജബ് 1 അങ്ങനെയെങ്കിൽ റജബിന്റെ ആദ്യ രാവിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. റജബ് തുടങ്ങിയതോടുകൂടെ റമളാനിന്റെ കേളികൊട്ട് തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റമളാനിന്റെ കുളമ്പടി ശബ്ദങ്ങൾ നമ്മുടെ കർണപുടങ്ങളിലേക്ക് മെല്ലെ മെല്ലെ അലതല്ലാൻ തുടങ്ങി. ഇനി റമളാനിലേക്കുള്ള ഒരു ഒരുക്കം, മാനസികമായ ഒരു ഒരുക്കം. നാളെ മുതൽ അഥവാ റജബ് 1 മുതൽ നോമ്പെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ കാരണന്മാരുടെ കൂട്ടത്തിൽ, ഉമ്മമാരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അത് ഇന്നും അനവരതം തുടരുന്ന കക്ഷികളും നമ്മുടെ കുടുംബങ്ങളിൽ വേരറ്റു പോകാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കാലത്തിന്റെ പലകപ്പുറം നൽകുന്ന ചില ശുഭസൂചനകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, റജബിന് അതിന്റെ ആദ്യ 10 പ്രത്യേകത. അതിന്റെ പ്രത്യേകത അങ്ങനെ കിട്ടാൻ കാരണം പറഞ്ഞത് ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് റജബിന്റെ 1ാമത്തെ രാവാണ്. 5 രാവിൽ നിങ്ങൾക്ക് ഇജാബത്തുണ്ട് ദുആക്ക് എന്ന് എണ്ണപ്പെട്ടതിൽ ഒരു രാവ് റജബിന്റെ രാവാണ്. നാളെ റജബാണെങ്കിൽ ഇന്നത്തെ രാത്രിയാണ് ആ രാത്രി എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ റജബിന്റെ 1ാം രാവിന്റെ പോരിശ കൊണ്ടാണ് അത്രേ റജബിന്റെ ആദ്യ 10 പ്രത്യേകതയുണ്ടായത്. എന്നാൽ അടുത്ത മാസം ശഅബാനാണ്. ശഅബാനിന്റെ ആദ്യത്തിനല്ല പ്രത്യേകത, മധ്യത്തിനാണ്. 2ാമത്തെ 10 പ്രത്യേകത. കാരണം ശഅബാനിന്റെ 2ാമത്തെ 10 ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്ത് രാവുള്ളത്. പിന്നെ വരുന്നത് റമളാനാണ്. റമളാനിന്റെ അന്ത്യ 10 പ്രത്യേകത. കാരണം അന്നാണ് ലൈലത്തുൽ ഖദ്ർ, ആ 10. അപ്പൊ ആദ്യം, മധ്യം, അന്ത്യം, ഈ രീതിയിലും ഈ 3 വാസരങ്ങളെ, വസന്തങ്ങളെ, മാസങ്ങളെ വിവക്ഷാ വിധേയമാക്കിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് എന്നർത്ഥം. ഷഹ്റുൽ അസ്വം എന്നും റജബ് മാസത്തിന് പേരുണ്ട്, ഷഹ്റുർ റജം എന്നും റജബ് മാസത്തിന് പേരുണ്ട്. അസ്വം എന്ന് പറയാൻ കാരണം മൗനം പാലിക്കുന്ന മാസം എന്ന് പറഞ്ഞാല് സ്വന്തം ബാപ്പാനെ കൊന്ന കൊലയാളിയെ പള്ളിയിൽ വെച്ച് കണ്ടാലും നിസ്കാരാണ്ട് കഴിയട്ടെ അവന് തിരിച്ചു ഞാൻ കൊടുക്കാം എന്ന് റജബ് മാസമാണെങ്കിൽ അറബികൾ പറയാറില്ല എന്നാണ്. റജബ് കഴിയട്ടെ എന്ന് പറയും.
ഇത് ഷഹ്റുൽ ഹറാമാണ്, അത്രയും പരിശുദ്ധമായ മാസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹു തആല ഒരുപാട് ബനു ഇസ്രായേലിയരടക്കമുള്ള ഒരുപാട് വിഭാഗങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തൂഫാന് കൊണ്ട് ശിക്ഷിച്ചു, മുങ്ങി മരിച്ചു, അതുപോലെ തന്നെ മറ്റു മരണങ്ങളുണ്ടായി, കാറ്റ് കൊണ്ട് പരീക്ഷിച്ചു, ശബ്ദം കൊണ്ട് പരീക്ഷിച്ചു, അദാബ് ഇറക്കി കൊടുത്തു. ഇതിലൊക്കെ ചരിത്രം പരിശോധിച്ചാൽ റജബിനെ അള്ളാഹു ഇതിലൊന്നും തെരഞ്ഞെടുത്തിട്ടില്ല. റജബിൽ ജനങ്ങളെ സുരക്ഷിതരാക്കിയിരിക്കാനാണ്. കാരണം ആ മാസത്തിന്റെ ഒരു പവിത്രതയാണിത്. ഷഹ്റുർ റജം തുർജമു ഫീഹി ശയാത്തീൻ, പിശാച് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു മാസം എന്നും റജബ് മാസത്തിന് പ്രത്യേകത ഉണ്ട്. അപ്പൊ റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ നല്ല ലക്ഷണങ്ങളൊക്കെ റജബ് ജനങ്ങളിലൂടെ കാണിച്ചു തുടങ്ങുന്നതാണ്. നമുക്ക് വീണ്ടും നന്നാവാൻ, മരിക്കുന്നതിന്റെ മുമ്പ് ജീവിക്കാൻ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കാൻ, നല്ലവരായിട്ട് മൗത്തായി പോവാൻ, നല്ല മയ്യത്തുകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കാനുള്ള സുവർണ അവസരങ്ങളാണ് ഈ മാസങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അള്ളാഹു നമുക്ക് അതിനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന ജാബിർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ പിതാവ് റഷീദ് മൗലവി നെടുങ്ങോട്ടൂർ നമ്മളെ ഈ സ്ഥാപനമായിട്ടും പള്ളിയായിട്ടൊക്കെ വലിയൊരു ആത്മബന്ധം പുലർത്തിയ ഒരു ശാന്തനായ ഒരു മുഅല്ലിമായിരുന്നു അദ്ദേഹം. ഇന്നലെ വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കട്ടെ, അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാർക്കറ്റിലെ നമ്മുടെ തൊഴിലാളികൾ ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. പ്രത്യേകിച്ച് അവരിൽ പലരും നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ ദർസിലേക്ക് മത്സ്യം സംഭാവന ചെയ്യുന്ന ആളുകളാണ്, നല്ല സഹകാരികളാണ്. അള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. സ്ഥലം വിറ്റുകിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിയ്യത്തിലേക്ക് ഒരു ചാക്കരി നമ്മുടെ ദർസിലേക്ക് സംഭാവനയായി നിയ്യത്താക്കിയ ഒരു സഹോദരൻ. അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ.